ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടിയോലിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് 3 കഷ്ണം ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കാന്താരി മുളകാണ്. മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാന്താരി മുളകാണ് ചേർക്കുന്നത്. അപ്പം കാന്താരി മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച്. മീൻസ് ഞാനിവിടെ നല്ല എരിവിലാണ് ചേർക്കുന്നത്. പുളി ഉണ്ടല്ലോ, ഒരു 8 എണ്ണം ഇട്ടിട്ടുണ്ട്. കാന്താരി മുളക് നല്ല എരിവുണ്ടായിരിക്കുമല്ലോ. അപ്പം നല്ല എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു 8 കാന്താരി മുളക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഇത് ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മാങ്ങായും തേങ്ങായും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഈ ഒരു മുറി 4/1 മാങ്ങ എടുക്കുന്നുള്ളൂ. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഞാൻ അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് ഇതുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഓക്കെ, മാങ്ങായും ഇവിടെ മിക്സായിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആവശ്യത്തിന് തേങ്ങ, അധികം തേങ്ങ വേണ്ട, ഒരു 2 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അത് അധികം വേണ്ട, അതുകൊണ്ടാണ്. നമ്മുടെ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങയും കൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം മിക്സിയുടെ ജാറിലല്ല നമ്മളിത് ഇപ്പം ചമ്മന്തി ഉണ്ടാക്കിയത്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മുടെ അടിപൊളി ഇത് കണ്ടോ, നല്ല പുളിയൊക്കെ ഉണ്ട്. എൻ്റെ വായിൽ കപ്പൽ വരും, ഇവിടുന്ന് പോലെ വെള്ളം നിറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചോറിൻ്റെ കൂടെ ഇതൊന്ന് ഇളക്കി കഴിക്കുക, എന്താ രുചി. അതാണ്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങളും കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ ചെയ്യണം. ആദ്യമായിട്ട് ആ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയി നമുക്ക് പിന്നെയും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. അപ്പം എല്ലാവരും ഉണ്ടാക്കി ചൂട് ചോറിൻ്റെ കൂടെയും ഒക്കെ ട്രൈ ചെയ്യാൻ മറക്കില്ല. അടിപൊളി രുചിയാണ് ഇത്. ഈ ഇടിയിൽ വെച്ച് തന്നെ നമുക്ക് മിക്സിയും ഒന്നുമില്ലാതെ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും കമൻറ്റുകളും ലൈക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഞെക്കിയാൽ പിന്നീടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു വീഡിയോമായി കാണുന്നതിന് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ.